സ്ട്രീറ്റിലേക്കാണ് ഫുൾ ഷോപ്പിംഗ് വരുന്നത്. ആ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ ഇങ്ങനെ പോയി കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ സ്ട്രീറ്റിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞു കഴിഞ്ഞാലാണ് ഈ ഇത് വരുന്നത്. അപ്പം ഭയങ്കര പോപ്പുലറാണ്. എല്ലാവരും ഈ ഇതിനിടയ്ക്ക് ഒന്ന് പോയിട്ട് ഒരു ഫോട്ടോസോ കാര്യങ്ങളോ നമുക്ക് പറ്റുകയാണെങ്കിൽ, പക്ഷെ എപ്പോഴും ക്രൗഡായിരിക്കും അതിന് ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ എപ്പോഴും പറ്റില്ല. ഭയങ്കര ക്രൗഡായിരിക്കും എപ്പോഴും. ആൾക്കാർ ആരൊക്കെ വരുന്നുണ്ടോ അവരൊക്കെ അത് വിസിറ്റ് ചെയ്യും. അവർ നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കിയുള്ളവരുടെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ചെയ്യാം. എനിക്ക് ഒന്ന് രണ്ട് റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസീൽസിൽ ആഹാരം കഴിക്കാൻ കയറി, ലഞ്ച്. അപ്പോൾ ഇതൊരു ജാപ്പനീസ് ഫുഡാണ്. അതെങ്ങനെ കഴിക്കുന്ന കമ്പും കോലും കൊണ്ട് വേണം കഴിക്കാൻ. സ്പൂണിന് പകരം കമ്പും കോലുമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ ഓരോരുത്തരെ പറ്റിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ കഴിക്കുന്നതെന്ന് കാണിച്ചാൽ കമ്പനിൻ്റെ പരിപാടി എനിക്കറിയത്തില്ല, ഞാനൊന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ. ഏതായാലും ജാപ്പനീസ് ടൈപ്പ് ഓഫ് ലഞ്ചാണ് ഇവിടെ ഒരു റെഡിയാക്കിയിട്ടുണ്ട്. ആ, എൻ്റെ ശ്രമഫലമായിട്ട് ഞാനൊരു പകുതി വഴി വരെ എത്തിയിരിക്കുന്നത്. ഓക്കെ. ഓരോന്ന് പെറുക്കി പെറുക്കി വായിലിട്ടോണ്ടിരിക്കുന്നു. പിന്നെ വേറെ ഇന്ത്യ ഇന്ത്യ യാ, താങ്ക് യു. എങ്ങനെയുണ്ട് ബ്രസീലൊക്കെ? പാരീസിനേക്കാളും നല്ലതാണ്. പാരീസാണ് പാരീസ് ലോകത്തിലെ. In France, Dutch like in the Netherlands, where you're going to. So every street sign, the blue street signs you see, they are in French and in Dutch. So they call this square where we're going now, they call it Grand Place, which means main square. In Dutch, they call it Grote Markt, main market, because there used to be a market here till 50 years ago. That market was transferred to the edge of the city because there wasn't place for everybody, and trucks had to come here with goods, so there was always congestion. They transferred it to the edge. ഗൈഡ് പറയുന്നത് ഈ കാണുന്ന എല്ലാം ഒറിജിനൽ ഗോൾഡ് ആണെന്ന് അല്ലേ? ഗോൾഡ് പ്ലേറ്റ് വെച്ചിട്ട് തിക്കായിട്ടല്ല, തിന്നായിട്ട് ഗോൾഡ് കവർ ചെയ്തതാണ്. ഒറിജിനൽ ഗോൾഡ് തന്നെയാണ്. ഓക്കെ. ഇത് യുനെസ്കോയുടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെന്റർ. ഓക്കെ. യുനെസ്കോയുടെ പട്ടികയിൽ ഓരോ ബിൽഡിങ്ങുകൾ വരികയല്ലേ, അപ്പൊ അതിനകത്ത് വന്നതാണ് ഇത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ വന്നതാണ്. ഇത് സ്വർണ്ണമാണ്. അതല്ല, ഇത് ഈ കാണുന്നതെല്ലാം ഒറിജിനൽ സ്വർണ്ണമാണെന്നാണ് പറഞ്ഞത്. തിക്കായിട്ടല്ല, തിന്നായിട്ട്. This one museum. That is 16th century. Oh. That one is 15th century. ഈ ഗ്യാസ് ഇവർ അടിക്കുകയും അത് നമുക്ക് കണ്ടല്ലോ. വെള്ളം അടിക്കുന്നു. ഇല്ല സമരക്കാർക്ക് നേരെയാണോ? നമ്മളെ നേരായി പോകുള്ളത്. സുഹൃത്തുക്കളെ, ബെൽജിയത്തിലെ തലസ്ഥാനമായ ബ്രസീൽസിൽ ചോക്ലേറ്റിന് വളരെ പ്രസിദ്ധമാണ്. ഇവിടെ ഫോർമെറ്റ് ചോക്ലേറ്റ് ബെൽജ് എന്നെഴുതി വെച്ചിരിക്കുന്ന ഒരു കടയിൽ നമ്മുടെ ആൾക്കാരെല്ലാം ചോക്ലേറ്റ് വാങ്ങിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള പാക്കറ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വിലകൾ 19, 20, 30, 40, 50 അങ്ങനെ വിവിധ വിലകളിലുള്ള ചോക്ലേറ്റ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആൾക്കാരെല്ലാം കുറേയെല്ലാം മേടിച്ചു. ബെൽജിയം പൊതുവെ ചോക്ലേറ്റിന് പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. ഹലോ മിസ്റ്റർ റഷീൽ,
So, what is the reason for today's general strike in Brazil? So, we have a new government, Ah. and it is a rather right-wing government. Okay. And they wanted, or they have changed the law on unemployment benefit, Ah. among others. So, instead of limitless unemployment benefit, Ah. if you lose your job now, Ah. you will get unemployment benefit for 2 years only. Okay. And then it will stop. Aha. So within these 2 years, you have to find another job. So, That's what many people are protesting about, Ah. because for the whole of our history after World War II, so the government employees are protesting against the present government. not only government employees, everybody, because Oh. it is about I see. everybody who loses his job. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് സാന്റാമോണിക്കയുടെ ഗ്രൂപ്പുമായിട്ട് ബ്രസൽസിലാണ്. അതായത് ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസിലാണ്. ബ്രസൽസിലെ ഇതൊരു മാർക്കറ്റിംഗ് പ്ലേസ് അല്ലേ, ഗ്രാൻഡ് പ്ലാസ. ഗ്രാൻഡ് പ്ലാസ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇന്ന് ഗവൺമെൻറ് എംപ്ലോയീസ് എല്ലാം കൂടി ഒരു വലിയ ജനറൽ സ്ട്രൈക്കാണ്. അപ്പോൾ ഞങ്ങൾ സത്യത്തിൽ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസുകാർ സമരക്കാരെ ഓടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഏതായാലും അതും കൂടെ നമുക്കൊന്ന് ആസ്വദിക്കാനായിട്ട് പറ്റി. പിന്നെ ഈ ചുറ്റും കാണുന്നത് മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. ധാരാളം ടൂറിസ്റ്റുകളും അല്ലാത്തവരും എല്ലാം. അതുപോലെ തന്നെ ഇവിടെ സിറ്റി ടൂറിന് കൊണ്ടുപോകുന്ന ഒരു 3 പിന്നെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ, ആ വണ്ടിയിലാണ് സിറ്റി ടൂറിന് ആൾക്കാർ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതും ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റ്സാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ബ്രസീൽസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അത് വളരെ നല്ല ഒരു സംഗതിയായിട്ട് തോന്നി. ഏതായാലും പോലീസുകാരിട്ട് ഓടിക്കുന്നതൊക്കെ അല്ലേ, ഞങ്ങളും കുറച്ച് പടക്കം പൊട്ടിക്കുന്ന പോലൊരു പരിപാടിയായിരുന്നു. ഞങ്ങളും ഒരല്പമൊക്കെ ഓടി. വെള്ളം ചീറ്റിക്കാൻ പോകുന്ന പരിപാടിയാണ്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയുമുണ്ട്. അതായത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ശമ്പളവും മറ്റും കട്ട് ചെയ്തു. 2 വർഷമായിട്ട് അവർക്കൊന്നും കൊടുക്കുന്നില്ല, വർധനവ് വരുത്തുന്നില്ല, എന്തെല്ലോ കട്ട് ഡൗൺ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു. ഏതായാലും കൊള്ളാം, അങ്ങനെയുള്ള ഒരു സംഗതി നമുക്ക് കാണാനായിട്ട് പറ്റി. ഇവിടെ കണ്ടോ 2 കുഞ്ഞുങ്ങൾ ഇങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിവിധ തരത്തിലുള്ള ആൾക്കാരുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ധാരാളം ആൾക്കാരുണ്ട്. ഏതായാലും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ഇന്ന് ചുറ്റും കാണുന്ന ആ ബിൽഡിങ്ങുകളൊക്കെ നോക്കിയേ, എത്ര രസകരമാണ്. ഇതെല്ലാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇതെല്ലാം ഗോൾഡാണെന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്. യഥാർത്ഥത്തിലുള്ള ഗോൾഡാണെന്നാണ് പറഞ്ഞത്. ഗോൾഡ് തന്നെയാണ് അതെല്ലാം കവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ തിന്നായിട്ടാണ് അല്ലേ, തിക്കായിട്ടല്ല. അപ്പോൾ ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഇതിനുശേഷം ഞങ്ങൾ നെതർലാൻഡ്സിൻ്റെ ക്യാപിറ്റലായ ആംസ്റ്റർഡാമിലേക്ക് പോവുകയാണ്. ഈ ബെൽജിയം എന്ന് പറയുന്നത് ചെറിയൊരു രാജ്യമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ആംസ്റ്റർഡാമിൽ എത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു പരിപാടി. ഇതാ നല്ല 2 മനോഹരമായിട്ടുള്ള കൊച്ചു കുട്ടികൾ കളിക്കുന്നത് കണ്ടോ. അവരങ്ങനെ ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്.